എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ തുടർ അഡ്മിഷൻ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും അറിയാനായിട്ട് ആഗ്രഹമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫാർമസി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ട് സാധിക്കുക. നിലവിൽ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ യോഗ്യതാ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം 30-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ്. അതായത് നാളെ വൈകുന്നേരം 3 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2 അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടാണ്. അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ +2 മാർക്ക് അതായത് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എന്നിവയുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കെമിസ്ട്രിക്ക് പകരം ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെയും അത് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു ബയോളജി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബയോടെക്നോളജി കോഴ്സ് അതുപോലെ തന്നെ മറ്റൊരു കോഴ്സ് കൂടി ഈ ഒരു കെമിസ്ട്രിക്ക് പകരം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അത് കെമിസ്ട്രി പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതായത് കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെയോ അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെയോ അല്ലെങ്കിൽ അതും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ബയോളജിയുടെയോ മാർക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്രകാരം ഈ ഒരു മാർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു കീമിൻ്റെ അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക. അപ്പോൾ 50-50% അനുപാതത്തിലാണ് വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്കിന് വേണ്ടി മാർക്ക് തയ്യാറാക്കുന്നത്. അതായത് 50% മാർക്ക് കീമിലെ എഞ്ചിനീയറിംഗിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പരീക്ഷയുടെ മാർക്കും ബാക്കി നിങ്ങളുടെ ഈ ഒരു യോഗ്യതാ പരീക്ഷയുടെ മാർക്കുമാണ് പരിഗണിക്കുക. അപ്പോൾ ഈ ഒരു 50-50 അനുപാതത്തിൽ നിങ്ങളുടെ മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ അതായത് വൈകുന്നേരം 3 മണി വരെയാണ് ഈ ഒരു നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അവസരം ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല തെറ്റുകൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ CE ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. CE ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. അതുപോലെ തന്നെ CEയുടെ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അതായത് ഇമെയിൽ അയച്ചാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു പേജിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ +2 മാർക്ക് വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം നിങ്ങളുടെ അതിൽ നൽകിയുള്ള മാർക്കിൽ വല്ല തെറ്റുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അതിൽ വന്നിട്ടില്ലെങ്കിൽ ആ കറക്റ്റായിട്ട് ആ ഒരു മാർക്കുകൾ എൻ്റർ ചെയ്യുകയും അതിനുശേഷം +2 ആ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി അതായത് PDF രൂപത്തിൽ ക്ലിയർ ആയിട്ട് വായിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആ ഒരു PDF ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു PDF നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന PDF കറക്റ്റാണ് എന്നുള്ള കാര്യം അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു PDF ആക്കുന്ന സമയത്ത് ആ ഒരു PDFന് കറക്റ്റായിട്ട് +2 മാർക്ക് ലിസ്റ്റ് എന്ന രീതിയിൽ പേര് നൽകാനും ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഡോക്യുമെൻറ്റ് PDF രൂപത്തിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാറിപ്പോവാറുണ്ട്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ മാർക്കൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് നേരത്തെ അതായത് റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് വരികയാണ് എങ്കിൽ അതായത് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ലഭ്യമാകും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു +2 മാർക്ക് ലിസ്റ്റ് അതായത് മുൻപ് അപ്ലോഡ് ചെയ്ത അതേ മാർക്ക് ലിസ്റ്റിനോടൊപ്പം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റും കൂടി അത് ഒറ്റ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു മാർക്കൊക്കെ പരിഗണിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അതായത് ആദ്യം താൽക്കാലിക റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് കെമിസ്ട്രിക്ക് പകരമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന ആ ഒരു ബയോളജി അല്ലെങ്കിൽ ഈ ഒരു ബയോടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നിവ പകരമായിട്ട് കെമിസ്ട്രിക്ക് പകരം അപ്ലോഡ് ചെയ്ത് വിദ്യാർത്ഥികളെ ആ ഒരു സബ്ജക്റ്റുകളുടെ മാർക്കും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതായത് അതുമായി ബന്ധപ്പെട്ട് പരാതികളുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് CE ഓഫീസിനെ ഇമെയിൽ മുഖാന്തരം അറിയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് പരിഹരിച്ച ശേഷം അത് നിങ്ങളുടെ പരാതികൾ എന്താണുള്ളത് അത് കറക്റ്റായിട്ട് പരിഹരിച്ച ശേഷമാണ് എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് അതായത് മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതേപോലെ തന്നെയായിരിക്കും ഈ ഒരു ഫാർമസി കോഴ്സ് അത് B.Pharm കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക. B.Pharmൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നത് കീമിൻ്റെ പേപ്പർ 1 അതായത് പേപ്പർ 1 അല്ല ഇപ്പോൾ ഈ ഒരു സെഷൻ 1 സെഷൻ 2 ഈ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഫിസിക്സ് സെഷനും അതുപോലെ കെമിസ്ട്രി സെഷനും
ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ഈ ഒരു ഫാർമസി ഓൺലി എക്സാം എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ വരുന്ന സമയത്ത് തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു 2 റാങ്ക് ലിസ്റ്റുകളും പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ, അതായത് ഈ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്തൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം അന്ന് ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസമായിട്ട് തന്നെ അതിൻ്റെ കോളേജ് ഓപ്ഷൻസ് നൽകാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് വേണ്ട കോളേജുകളൊക്കെ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കണം. അതായത് വിവിധ കോഴ്സുകളുണ്ട്, അതായത് ഒരു കോഴ്സല്ല നിരവധി കോഴ്സുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം ജസ്റ്റ് നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗിൽ തന്നെ നിരവധി കോഴ്സുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോ കോളേജിലും സെപ്പറേറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് ഉണ്ടായിരിക്കുക. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇതുപോലുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ ഈ ഒരു അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുപോലെ ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിവിധ കോളേജുകളിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റം, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ബ്ലോക്ക് ചെയിൻ, അതുപോലെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ബയോടെക്നോളജി, സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നിരവധി എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് വിവിധ കോളേജുകളിലായിട്ട് ഉണ്ടാവുക. അപ്പോൾ വിവിധ കോളേജുകളിലായിട്ട്, അതായത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജുകളും കോഴ്സുകളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു നിശ്ചിത ഫീസ് അത് നിർബന്ധമായിട്ടും അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടക്കുന്നതിനായിട്ട് പറയുന്നത്, നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ, അതായത് പ്രവേശന പരീക്ഷാ കമ്മീഷൻ പേരിലേക്ക് നിങ്ങൾ ഒരു നിശ്ചിത പൈസ, അതായത് ഏകദേശം ഒരു 5000 താഴെയാണ് ആ ഒരു ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അടച്ച ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒക്കെ ആയിരിക്കും അഡ്മിഷൻ നടപടികൾ ഉണ്ടാവുക. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരില്ല. ചില ഘട്ടത്തിൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അഡ്മിഷൻ നടപടികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷമായിരിക്കും ഈ ഒരു അഡ്മിഷനായിട്ട് കോളേജിൽ പോകേണ്ടി വരിക. ആദ്യ ഘട്ടത്തിൽ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷന്റെ പേരിൽ നിങ്ങളൊരു നിശ്ചിത ഫീസ്, അത് മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അടക്കുകയും അതിനുശേഷം പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ കൺഫേം ചെയ്യുകയും ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ 10 ഓപ്ഷൻസ് നൽകി എന്ന് കരുതുക. അതായത് 10 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്, പക്ഷേങ്കിൽ നിങ്ങൾക്കൊരു 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ നിങ്ങൾ ആ ഒരു കോളേജിൽ ആ ഒരു സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്തു, അതായത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ആ ഒരു സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്തു എന്ന് കരുതുക. അപ്പോൾ കൺഫേം ചെയ്ത് നിങ്ങൾ സാധാരണഗതി നിങ്ങൾ +1 ഒക്കെ അലോട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത്, അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് പിന്നീട് വരുന്ന, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷനുകളിലേക്ക് നിങ്ങളെ പിന്നീട് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾ കൺഫേം ചെയ്യണം. അതായത് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഓപ്ഷൻസ് കൺഫേം ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് കൺഫർമേഷൻ ചെയ്യാനുള്ള ബട്ടണൊക്കെ ആ ഒരു ഘട്ടത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഈ ഒരു കൺഫേം ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഓപ്ഷൻ അവിടെ തന്നെ തുടരും. എന്നാൽ ഈ ഒരു അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അതിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല എന്നുള്ളത് മാത്രമാണ്. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ഓപ്ഷൻസ് കൺഫേം ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് നൽകണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ നിങ്ങളെ പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ്, അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനിലല്ല അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതെന്തുകൊണ്ടാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ഇഷ്ടമില്ലാതെ ഓപ്ഷൻസ് നൽകുന്നത് കൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് ആരും ഓപ്ഷൻസ് വന്ന് നൽകുന്നതല്ല, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ആയിരിക്കണം, അതുപോലെ കോഴ്സുകളായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസിൽ മുൻഗണന നൽകേണ്ടത്. അല്ലാതെ ഇഷ്ടമില്ലാത്ത ഓപ്ഷൻസ്, അതായത് ഇഷ്ടമില്ലാത്ത കോളേജുകളോ കോഴ്സുകളോ നൽകാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജുകളും ഉണ്ടാവും, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഉണ്ടാവും. സെൽഫ് ഫിനാൻസ് കോളേജിലും ഗവൺമെൻറ് കോളേജിലും ഫീസ് വളരെയധികം ഡിഫറൻസ് ആണ്, അതായത് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഘട്ടത്തിൽ ഓരോ കോളേജിലെയും എഞ്ചിനീയറിംഗിൻ്റെ ഫീസ്, അതായത് പൊതുവായിട്ടുള്ള എഞ്ചിനീയറിംഗിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. നിലവിൽ ഈ ഒരു, അതായത് പ്രവേശന നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് ഓരോ കോളേജിലെയും ഫീസ് സ്ട്രക്ചർ കറക്റ്റായിട്ട്
വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെയും അതുപോലെ തന്നെ ഇതുപോലെ ഫാർമസി കോളേജുകളും വരും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഫാർമസി കോഴ്സിലേക്കുള്ള ഓപ്ഷൻസും നൽകുന്നതിനായിട്ട് സാധിക്കും. അത് ഫാർമസി ഓൺലി അപ്ലൈ ചെയ്ത് വരും. അതുപോലെ തന്നെ ഫാർമസിയും എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഫാർമസി ഓപ്ഷൻസ് അതായത് നൽകുന്നതിനുള്ള ആ ഒരു അവസരം വരും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഫാർമസി കോഴ്സിലേക്കുള്ള ഓപ്ഷനുകളും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിൽ നിങ്ങൾക്ക് അതായത് ഏത് ഓപ്ഷൻസ് നൽകാനാണ് വരുന്നത് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അതിലേക്ക് അഡ്മിഷനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അതിൽ ഓപ്ഷൻസ് നൽകുക. ഇപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെതാണ് വരുന്നതെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഏകദേശം രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾ പിന്നീട് പെർമനൻറ്റ് അഡ്മിഷനൊക്കെ എടുക്കുന്നതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യ ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഈ ഒരു എഞ്ചിനീയറിംഗിന് ഫീസ് നൽകേണ്ടതില്ല. ആദ്യം നിങ്ങളോട് ഫീസ് അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടക്കേണ്ടതില്ല. ജസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഫീസ് അടക്കണം എന്നുള്ളതാണ്. ഈ ഒരു മെഡിക്കൽ കോഴ്സിനാണ് ആ ഒരു രീതിയിൽ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഫീസ് 5000 രൂപ ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത്. പിന്നീട് അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് ആ ഒരു ഫീസ് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അടക്കേണ്ട ഫീസിൽ നിന്നും കുറക്കുകയും അതിനുശേഷം ബാക്കി ഫീസ് മാത്രം കോളേജിൽ അടക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രവേശന നടപടികൾ നടത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് സ്റ്റേ വേക്കൻസി അതുപോലെ തന്നെ ഉള്ള സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റുകൾ നടത്തുകയും അതുവഴി ഈ ഒരു അലോട്ട്മെൻറ്റ് ഈ ഒരു സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.